എല്ലാവർക്കും നമസ്കാരം. ദിലീപേട്ടൻ തമ്മിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ആശംസ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതല്ലോ. ഈ ചിത്രത്തിൻ്റെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിൻ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ഭാഗമാണ്. ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാട്ടിട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു ക്യാരക്ടർ ചെറുതായിട്ട് കുറച്ച് കാലമായിട്ട് എന്താ പറയുക, നാദശിക്കയുടെ മൂവീസ് വന്നിട്ട് ഇങ്ങനെ വരും തട്ടിമാഞ്ഞു പോകും എന്നുള്ളൊരു ഇതായിരുന്നു. ഫൈനലി ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരു സന്തോഷം നിറഞ്ഞൊരു ഫിലിമാണ്. ഓൾറെഡി എല്ലാവരും മൂവിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ ഫൺ ത്രില്ലർ. അപ്പോൾ Feb 23 റിലീസ് ആവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ OTT-ലേക്ക് ഒന്നും വെയിറ്റ് ചെയ്യാതെ ഇറങ്ങുമ്പോൾ തന്നെ ചെന്ന് കാണുക. അതുപോലെ തന്നെ മുമ്പിൽ ഒരു എന്താ പറയുക, ചുള്ളനായ ഒരു ഹീറോ വരുന്നുണ്ട്. അതുപോലെ ദീപിക ഹാസ് ഓൾറെഡി പ്രൂവൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൂവിയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. മൂവി ഒരു വൻ വിജയമാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൂടെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രൊഡ്യൂസർക്കും റാഫി സാറിനും കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഷാർക്ക ചേച്ചി, നിങ്ങൾ എല്ലാ സെറ്റ് ഫുൾ എന്താ പറയുക, മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകളായിരുന്നു. കുറച്ചധികം ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഫൺ. ചിരിച്ച് ഒരു വഴിയായ ഒരു സെറ്റായിരുന്നു. മുമ്പിലും ദേവികയും അശ്വന്തും എല്ലാവരും കൂടെ. നാദശിക്ക, താങ്ക് യു സോ മച്ച്. ഹോപ്പ് ടു വർക്ക് വിത്ത് യു ഓൾ സൂൺ. എന്തായാലും എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു. നമ്മൾ നേരത്തെ പറഞ്ഞ അശ്വന്ത് മിമിക്രിയാണ്. കാരണം ഞങ്ങളെല്ലാം മിമിക്രി ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കയൊക്കെ ഗുരുസ്ഥാനത്താണ്. റാഫിക്കയുടെ ഒക്കെ മിമിക്രി കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഞങ്ങളിരിക്കുന്ന ഭൂരിഭാഗം പേര് മിമിക്രിയിൽ നിന്ന് ഒന്നാണ്. ഇപ്പോൾ അടുത്ത തലമുറയിൽ ഏറ്റവും മികച്ച മിമിക്രിക്കാരിൽ ഒരാളായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്ന ഈ അശ്വന്തിൻ്റെ പ്രകടനം കാണാം. ഇത് ഈ മിമിക്രിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. അത് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യടി ശബ്ദം കേട്ടാൽ അവർക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് ശരിയാകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഓക്കെടാ. ആദ്യം തന്നെ നാദശിക്ക് നന്ദി പറയുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് തന്നുകൊണ്ടിരിക്കും.